പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക പാപ സ്വഭാവം വിട്ടുകളയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പാപ സ്വഭാവത്തിൻ്റെ കീഴിലാണോ എങ്കിൽ നമുക്ക് യേശുവിനോട് പറയാം. ദൈവവചനം ഇങ്ങനെ പറയാം. 1 യോഹന്നാൻ 5:18 പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും ദൈവത്തിൽ നിന്നു ജനിച്ചവൻ തന്നെത്താൻ കാത്തുകൊള്ളുന്നു എന്നും ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല എന്നും നാം അറിയുന്നു. ആരായി ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ? സ്തോത്രം. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. നമ്മൾക്കിന്നും ഏതെങ്കിലും ഒരു പാപ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വിട്ടുമാറാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട്. സ്തോത്രം. ഒരു വിശ്വാസി ദൈവസഹായത്തോടെ തൻ്റെ ജീവിതം സൂക്ഷിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥന, വചനവായന, ആത്മീയമായിട്ടുള്ള ജീവിതം, അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കർത്താവിനെ ആശ്രയിച്ച് മുന്നേറുന്നത്, അല്ലേ? നമ്മുടെ യേശുവിനോടുള്ള സ്നേഹത്തിൽ, ആ ദൈവഭയത്തിൽ, എൻ്റെ കർത്താവിന് ഇത് ഇഷ്ടമില്ലല്ലോ, എന്നാൽ എനിക്കും ഇത് വേണ്ട യേശുവെ, എനിക്ക് ഇത് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നില്ല കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ആ പാപം കർത്താവിൻ്റെ മേലിട്ട് കൊള്ളുക എന്നാണ് പറയുന്നത് ദൈവവചനം. കർത്താവിൻ്റെ മേലിട്ട് നമുക്കൊന്ന് ഫ്രീ ആകാം. യേശുവിന് വേണ്ടി നമുക്ക് പലതും നമുക്ക് വിട്ടുകളയണം. കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്കും വേണ്ട. നമ്മുടെ ജീവിതം കർത്താവിൽ ആശ്രയിച്ച് പണിതെടുക്കാം സഹോദരങ്ങളെ. സ്തോത്രം.